പന്തീരടീൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ മുന്നിലത്തെ വശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നും ബാക്കെല്ലാം ഒരേപോലെ ഉണ്ട്. കുറച്ച് ഇതിൻ്റെ മുന്നിൽ കുറച്ച് ചായ്പ് പോലെ ഉണ്ട് എന്നുള്ളത് മാത്രമേ വ്യത്യാസം. റൂമും കാര്യങ്ങളൊക്കെ നോക്കുമ്പം പുറത്തുനിന്ന് കാണുന്നവർക്ക് എല്ലാം ഒരേപോലെ തന്നെ തോന്നും നമുക്ക്. ഇവിടെ നല്ലൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം വറ്റുമൊന്നുമില്ല. ഈ പന്തീരടിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഒരു അമ്പലമുണ്ട്. അവിടുത്തെ പൂജാരിയും മറ്റുമൊക്കെ കുളിക്കുന്ന ഒരു കുളമാണ് ഇത്. ആദ്യം ഇവിടെ താമസമുള്ളപ്പം അവിടെയുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം അങ്ങനെ ആരും ഉപയോഗിക്കുന്നൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള വലിയ വലിയ തറവാടിലൊക്കെ കുളം കുഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കിണറ്റിൽ വെള്ളം വറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. പണ്ടും അതേ ഉദ്ദേശത്തോടെ തന്നെ കുളം കുഴിച്ചത്. ഇപ്പം പക്ഷേങ്കിൽ അമ്പലത്തിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നേ ഉള്ളൂ. നന്നായിട്ട് ഇവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുളമാണിത്. ഇപ്പം അങ്ങനെ ആരും ഉപയോഗിക്കുന്നൊന്നുമില്ല തോന്നുന്നു. കുറച്ച് ഇവിടെ ക്ഷേത്രത്തിലുള്ള ആളും അല്ലാണ്ട് ഇവിടെ വന്നു പോകുന്ന കുറച്ച് ആൾക്കാരൊക്കെ